കിഫ്ബി വഴി നിരവധി പദ്ധതികൾ നടപ്പാക്കിയതോടെ തൃത്താലയുടെ മുഖച്ഛായ തന്നെ മാറിയെന്ന് മന്ത്രി എം ബി രാജേഷ്. റോഡുകളുടെയും സ്കൂളുകളുടെയും വികസനത്തിന് കിഫ്ബി ഏറെ സഹായകരമായെന്നും മന്ത്രി പറഞ്ഞു. കിഫ്ബി ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞവർക്കുള്ള ഒരു നല്ല മറുപടിയാണിതാ ഈ കാണുന്ന കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നത്. എൻ്റെ മണ്ഡലത്തിലെ ഒരുപക്ഷെ ഈ റെക്കോർഡ് തകർക്കാൻ പോകുന്ന മറ്റൊരു പദ്ധതി വരുന്നുണ്ട്. 128 കോടിയുടെ. അത് കുമ്പിടിയിൽ നിന്ന് വരണ്ടുകുറ്റിക്കടവ് വരെയുള്ള റോഡാണ്. 13 മീറ്ററിൽ വിശാലമായിട്ടുള്ള റോഡ് വരുന്നു. 128 കോടിയുടെ റോഡ് തൃത്താലയെ അടിമുടി മാറ്റാൻ പോകുന്ന റോഡാണ്. മൂന്നാമത്തെ വലിയ പദ്ധതി സുശീലപ്പടി റെയിൽവേ മേൽപ്പാലം. അരനൂറ്റാണ്ടിൻ്റെ സ്വപ്നമാണ്. ആ റെയിൽവേ മേൽപ്പാലത്തിന് സുശീലപ്പടിക്ക് മാത്രം 30 കോടി 82 ലക്ഷമാണ് കിഫ്ബിയിൽ നിന്ന് ഗവൺമെൻറ് അനുവദിച്ചത്. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി. അരനൂറ്റാണ്ടിൻ്റെ ആ സ്വപ്നം കിഫ്ബി ഇല്ലെങ്കിൽ യാഥാർത്ഥ്യമാവില്ലായിരുന്നു. തൃത്താല മണ്ഡലത്തിൽ 1/2 ഡസൻ സ്കൂളുകൾക്കാണ് 3 കോടി 90 ലക്ഷം വീതം കിഫ്ബി അനുവദിച്ചത്. എല്ലാ കെട്ടിടങ്ങളും പണി പൂർത്തിയായി. ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ മേഴത്തൂർ സ്കൂൾ, അതിൻ്റെ പണിയാണ് അല്പം ബാക്കിയുള്ളത്, ഇപ്പോൾ തീരും. അതുകൂടി മേഴത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കല്ലടത്തൂർ ഗോഖലെ ഹയർ സെക്കൻഡറി സ്കൂൾ, കുമരനെല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആനക്കര സ്വാമിനാഥ വിദ്യാലയം. 1/2 ഡസൻ സ്കൂളുകൾക്കാണ് 5 കൊല്ലം കൊണ്ട് 3 കോടി 90 ലക്ഷം വെച്ച് കിട്ടിയത്. പിന്നെ 1 കോടി 30 ലക്ഷം വെച്ച് കിട്ടിയ സ്കൂളുകൾ വേറെയുണ്ട്. ഓരോ കോടി വെച്ച് കിട്ടിയ സ്കൂളുകളുണ്ട്. ഇത് കിഫ്ബിയിൽ നിന്ന് മാത്രമാണ്. പ്ലാൻ ഫണ്ടിൽ നിന്ന് കിട്ടിയത് വേറെയുണ്ട്. കിഫ്ബി തൃത്താലയുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ സഹായിച്ചു. ഗവൺമെൻറ് കോളേജ്, തൃത്താല ഗവൺമെൻറ് കോളേജ് 8 കോടി 60 ലക്ഷമാണ് കിഫ്ബിയിൽ നിന്ന് കിട്ടിയത്. 1.5 കൊല്ലം കൊണ്ടാണ് ആ പുതിയ ബ്ലോക്കിൻ്റെ പണി പൂർത്തിയാക്കിയത്. മണ്ഡലത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷനാണ് കൂറ്റനാട് ജംഗ്ഷൻ. മണ്ഡലത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. ആ കൂറ്റനാട് ജംഗ്ഷൻ നവീകരണം ഒരു ഇടുങ്ങിയ കുടുസായ ജംഗ്ഷനായിരുന്നു. അതിന് ആദ്യം കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത് 13 കോടി 29 ലക്ഷമാണ്. പിന്നീട് അത്രയും തുക കൂടി അനുവദിച്ചു. എന്ന് പറഞ്ഞാൽ ഇരട്ടി തുക ആയി 26 കോടി അനുവദിച്ചു. അവിടെയും ഭൂമി ഏറ്റെടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായാൽ കൂറ്റനാട് ജംഗ്ഷൻ്റെ മുഖച്ഛായ മാറും. ഇപ്പോൾ തൃത്താല ഒരു പുതിയ തൃത്താലയായിട്ടത് മാറ്റാൻ സഹായിക്കും. കിഫ്ബി ഇല്ലെങ്കിൽ ഇത് വല്ലതും സാധ്യമാകുമോ?